വെൽക്കം ടു പ്ലാന്റ് സെപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ യുക്കാരിയോട്സിലുള്ള ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പ്രോസസ് ത്രൂ ഔട്ട് അഡ്വാൻസ്ഡ് ലെവലിലുള്ള പ്രോട്ടീൻസും എൻസൈംസും ബേസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ, DNA-യിൽ നിന്ന് mRNA മാത്രമല്ല എല്ലാ RNAയും സിന്തസൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത് mRNA സിന്തസിസ് ആണല്ലേ. അപ്പൊ ആ ഒരു mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ക്രിപ്ഷന് 3 സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനീഷ്യേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. അങ്ങനെ 3 സ്റ്റെപ്പ് ആണുള്ളത്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ ഇനീഷ്യേഷൻ എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു യുക്കാരിയോട്സിൽ ഞാൻ പ്രൊകാരിയോട്ടിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യുക്കാരിയോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ യുക്കാരിയോട്സിൽ അവരുടെ DNA-യിൽ നിന്നാണല്ലോ നമ്മൾ mRNA സിന്തസൈസ് ചെയ്യുന്നത്. ഇപ്പൊ DNA-യിൽ 2 റീജിയൻസ് കാണുന്നുണ്ട് അല്ലെ, ഇൻട്രോൺസും കാണുന്നുണ്ട്, എക്സോൺസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻട്രോൺസ് എന്ന് പറയുമ്പോൾ നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻ ആണെന്ന് അറിയാം. എക്സോൺസ് എന്ന് പറയുന്നത് കോഡിംഗ് ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ പ്രൊകാരിയോട്ടിനെ അപേക്ഷിച്ചിട്ട് യുക്കാരിയോട്ടിൽ എന്തുണ്ട്, ഈ ഒരു എക്സ്ട്രാ ഒരു അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ചില മോഡിഫിക്കേഷൻസ്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഈ ഒരു ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് കോഡിംഗ് ആയിട്ടുള്ള എക്സോൺസ് മാത്രം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, പോളി എ ടെയിൽ ഒക്കെ ആണ് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പൊ എന്താണ് ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ, ഈ ഒരു യുക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനിൽ നമുക്കൊരു എൻസൈം ആവശ്യമാണ്. ആ ഒരു എൻസൈം ആണ് ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത്. ആ എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? RNA പോളിമറൈസ് ആണ്. ഓക്കെ, യുക്കാരിയോട്സിൽ RNA പോളിമറൈസ് 3 ടൈപ്പ് RNA പോളിമറൈസ് ഉണ്ട്. RNA പോളിമറൈസ് 1, 2 and 3. സോ നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് mRNA സിന്തസിസ് ആണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമറൈസ് എന്ന് പറയുന്നത് RNA പോളിമറൈസ് 2 ആണ്. ഓക്കെ, RNA പോളിമറൈസ് 2 ആണെന്ന് ഓർത്ത് വെക്കുക. RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത് റൈബോസോമൽ RNA, പ്രീ റൈബോസോമൽ RNA, 5' RNA, 18S RNA, 28S rRNA ഇവയുടെ സിന്തസിസിനാണ്. അതേപോലെ തന്നെ RNA പോളിമറൈസ് 3 എന്ന് പറയുന്നത് tRNA-ക്കും 5S RNA-ക്കും ആണ്. ദെൻ ഈ ഒരു RNA പോളിമറൈസ് 2 ആണ് മെസ്സഞ്ചർ RNA, then snRNA, miRNA-യുടെ ഒക്കെ സിന്തസിസിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു RNA പോളിമറൈസ് 2 നമുക്ക് ആവശ്യമാണ്. then നമ്മൾ DNA സീക്വൻസിലാണല്ലോ RNA പോളിമറൈസ് പോയി ബൈൻഡ് ചെയ്യുന്നത്. ആ RNA പോളിമറൈസ് പോയി ബൈൻഡ് ചെയ്യുന്ന ഈ ഒരു DNA-യിലുള്ള ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു DNA സീക്വൻസ്, ഒരു സ്പെസിഫിക് DNA സീക്വൻസ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു DNA സീക്വൻസിൽ ഒരു പ്രൊമോട്ടർ ഉണ്ടായിരിക്കും. അവിടെയാണ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആ ഒരു പ്രൊമോട്ടറിന്റെയും RNA പോളിമറൈസിന്റെ ഒക്കെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇൻ കേസ് അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇവിടെ ആ ഒരു ത്രൂ ഔട്ട് ദ പ്രോസസ്സ് നമുക്ക് പഠിച്ചു പോകാം. ഇപ്പൊ DNA സീക്വൻസ്, ആ ഒരു DNA സീക്വൻസിൽ ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രൊമോട്ടർ റീജിയനിലോട്ട് RNA പോളിമറൈസ് 2 വന്ന് ബൈൻഡ് ചെയ്താലാണ് ആ ഒരു DNA ട്രാൻസ്ക്രിപ്ഷന്റെ ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ RNA പോളിമറൈസിന് പുറമെ സഹായിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യുക്കാരിയോട്ടിൽ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും ഓരോന്നിന്റെ ഫംഗ്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇവിടെ ഞാൻ എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു DNA ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ, ആ ഒരു പ്രോസസ്സ് നമുക്ക് പറയാം. ആദ്യം ഒരു DNA ഉണ്ട്, ആ DNA-യിൽ ഒരു പ്രൊമോട്ടർ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രൊമോട്ടർ റീജിയനിലോട്ട് RNA പോളിമറൈസ് 2 വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ബാക്കിയുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യണം. അപ്പൊ അവിടെ ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? TF2D ആണ്. ഓക്കെ, ആ ഒരു TF2D ആദ്യം അവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ TF2D-യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രൊമോട്ടർ റീജിയന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ടാറ്റാ ബോക്സി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പഠിക്കും കേട്ടോ. ആ ഒരു ടാറ്റാ ബോക്സിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ആളാണ് TF2D എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു DNA-യുടെ പ്രൊമോട്ടർ റീജിയനിൽ ഒരു ഡീഫോർമേഷൻ സംഭവിക്കും. ആ ഒരു ഡീഫോർമേഷൻ സംഭവിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനും RNA പോളിമറൈസിനും ഇങ്ങോട്ടേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം TF2D വന്ന് ബൈൻഡ് ചെയ്തു. ഈ ഒരു TF2D എന്ന് പറയുമ്പോൾ അവയുടെ കൂടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബൈൻഡിങ് പ്രോട്ടീൻസും ട്രാൻസ്ക്രിപ്ഷൻ അസോസിയേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം TF2D വന്ന് ബൈൻഡ് ചെയ്തു. രണ്ടാമത് വരുന്ന ആളാണ് TF2A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ TF2A എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും?
അതായത് ഈ ഒരു TF2D സ്റ്റെബിലൈസ് അവയുടെ ബൈൻഡിങ് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുക. ഇൻഹിബിറ്ററി ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ അസോസിയേഷൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവയെ ബ്ലോക്ക് ചെയ്യാനും കൂടിയാണ് ഈ ഒരു TF2A അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ TF2A വന്നു, ശേഷം വരുന്നത് TF2B ആണ്. ഓക്കെ, DAB ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചേക്കാം. then ഈ ഒരു 3 ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും വന്നതിന് ശേഷം നമ്മുടെ TF2F എന്ന് പറയുന്ന ആള്, ഓക്കെ, TF2F എന്ന് പറയുന്ന ആള് RNA പോളിമറൈസിനെയും കൂട്ടിയിട്ട്, അപ്പോൾ TF2F ആണ് RNA പോളിമറൈസിനെ നമ്മുടെ പ്രൊമോട്ടർ റീജിയനിലോട്ട് ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, TF2F ന്റെ ഫംഗ്ഷൻ ഇപ്പൊ മനസ്സിലായി. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള DNA ബൈൻഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് കറക്റ്റ് പൊസിഷനിൽ തന്നെ RNA പോളിമറൈസിനെ കൊണ്ടുവന്ന് ഗൈഡ് ചെയ്യുന്ന ആളാണ് TF2F. അപ്പൊ അതിനുശേഷം വരുന്ന ആളാണ് TF2E എന്ന് പറയുന്നത്. അപ്പൊ TF2E എന്ന് പറയുന്നത് എന്താ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ സൈറ്റിന്റെ നിയറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ അവിടെ ഉണ്ടാകുമ്പോൾ, ഈ ഒരു പിക്ചറിൽ നോക്കി ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഉണ്ടാകുമ്പോൾ ആ ബബിളിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് TF2H അവിടെ വരുന്നത്, സോറി ഈ TF2E അവിടെ വരുന്നത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് TF2H എന്ന് പറയുന്നത്. ഓക്കെ, TF2H എന്ന് പറയുമ്പോൾ DNA റിപ്പയറിനൊക്കെ സഹായിക്കുന്നതാണ്. ഏകദേശം 10 എണ്ണം ഉണ്ടാവും ഈ ഒരു TF2H എന്ന് പറയുന്നത്. അവയ്ക്കാണ് ഈ ഒരു കൈനേസ് അല്ലെങ്കിൽ ഹെലിക്കേസ് ആക്ടിവിറ്റി ഒക്കെ ഉള്ളത്. ആ ഒരു ഓപ്പൺ കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാവണമല്ലോ, അതായത് ഈ ഒരു ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്ത് ബബിൾ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഓപ്പൺ സ്ട്രാൻഡ് ഉണ്ടാകണമല്ലോ, അതിന് സഹായിക്കുന്നതാണ് TF2H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് അവിടെ പ്രീ ഇനീസിയേഷൻ കോംപ്ലക്സ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ ഒരു TF2H ന്റെ ആക്ടിവിറ്റി കൊണ്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇനീഷിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, then next step ആണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇനീഷിയേഷൻ ആണല്ലേ, ഇനീഷിയേഷൻ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷിയേഷൻ ഫാക്ടേഴ്സും then ഈ ഒരു RNA പോളിമറേസും ടൈറ്റ്ലി വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ആ ഒരു ഇനീഷിയേഷന്റെ സമയത്ത് ഒരു ക്ലോസ്ഡ് കോംപ്ലക്സ് ആണ് അല്ലേ. ആ ഒരു ക്ലോസ്ഡ് കോംപ്ലക്സിൽ നിന്നും ഓപ്പൺ കോംപ്ലക്സിലോട്ട് മാറുമ്പോഴൊക്കെ ഒരു ഓപ്പൺ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു റെപ്ലിക്കേഷന്റെ സമയത്തൊക്കെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ, ഈ ഒരു റീജിയൻ അങ്ങനെ ഓപ്പൺ കോംപ്ലക്സ് അവിടെ അൺവൈൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഇലോങ്ങേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ കോംപ്ലക്സിലേക്ക് മാറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊമോട്ടർ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്താണ് പ്രൊമോട്ടർ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് പ്രൊമോട്ടർ റീജിയനിലാണ് നമ്മുടെ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു RNA പോളിമറൈസും ബാക്കിയുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആദ്യം റിമൂവ് ചെയ്തിട്ട് പ്രൊമോട്ടർ റീജിയനിൽ നിന്ന് RNA പോളിമറൈസ് എസ്കേപ്പ് ചെയ്ത് വരണം. എന്നാൽ മാത്രമേ ഫർദർ ഇലോങ്ങേഷൻ നടക്കുള്ളൂ. എന്നിട്ട് ആ ഒരു ഓപ്പൺ കോംപ്ലക്സിലോട്ട് ഈ ഒരു എന്ത് വരണം, ഈ ഒരു RNA പോളിമറൈസ് വരണം. ഈ ഒരു RNA പോളിമറൈസ് വരാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന 2 സ്റ്റെപ്സ് ഉണ്ട്, നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തത് ATP ഹൈഡ്രോളിസിസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ പറയുമ്പോൾ ഈ ഒരു TF2H എന്ന് പറയുന്നതാണ് ഹെലിക്കേസ് ആക്ടിവിറ്റി ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. TF2H നാണ് ഹെലിക്കേസ് ആക്ടിവിറ്റി ഉള്ളത്. അപ്പൊ ഈ ഒരു TF2H ന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ATP ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാല്, RNA പോളിമറൈസിന്റെ സ്ട്രക്ചർ നോക്കിയാൽ അവിടെ ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ടായിരിക്കും. ഈ ഒരു RNA പോളിമറൈസിൽ ഒരു CTD ഡൊമൈൻ ഉണ്ട്, അതായത് കാർബോക്സി ടെർമിനൽ ഡൊമൈൻ ഉണ്ട്. അപ്പൊ ഇതാണ് കാർബോക്സി ടെർമിനൽ ഡൊമൈൻ അല്ലെങ്കിൽ CTD ഡൊമൈൻ എന്ന് വിചാരിക്കുക. ഈ ഒരു CTD ഡൊമൈൻ ആണ് അവയുടെ ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ടെയിൽ എന്ന് പറയുന്നത്, ഈ ഒരു ടെയില് ചില റിപ്പിറ്റേറ്റീവ് സീക്വൻസ് ഉണ്ട്, ഒരു ഹെപ്റ്റാപെപ്റ്റൈഡ് സീക്വൻസ് ആണ്. ആ ഒരു റിപ്പിറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുമ്പോൾ കുറെ അമിനോ ആസിഡ്സ്, ടൈറോസിൻ, സെറീൻ, പ്രോലിൻ, then again ത്രിയോണിൻ, സെറീൻ, പ്രോലൈൻ, സെറീൻ. ഓക്കെ, ഇതാണ് ആ ഒരു സീക്വൻസ് ഈ ഒരു CTD ഡൊമൈനിലുള്ള ആ ഒരു RNA പോളിമറൈസിന്റെ CTD ഡൊമൈനിലുള്ള സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓരോ അമിനോ ആസിഡ് റിപ്പീറ്റ്സിലും ഒരു OH ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു OH കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. സോറി, ഓരോ അമിനോ ആസിഡ്സിനും OH കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു OH കണ്ടെയ്നിങ് ഗ്രൂപ്പ്സിനെ എന്ത് ചെയ്യണം, ഫോസ്ഫോറൈലേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് ഫോസ്ഫോറൈലേഷൻ ആണ്. ഫോസ്ഫോറൈലേഷൻ. അപ്പം അതായത് ഈ ഒരു CTD ഡൊമൈനിലെ ATP ഹൈഡ്രോളിസിന്റെ എനർജി യൂസ് ചെയ്തിട്ട് കൈനേസ് എന്ന് പറയുന്നത് ഫോസ്ഫോറൈലേഷൻ ചെയ്യും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു കൈനേസ്
കിനേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? TF2H ആണ് ഈ ഒരു ഫോസ്ഫോറൈലേഷൻ നടത്തുന്ന ആള്. ഓക്കെ, അപ്പൊ ഈ ഒരു TF2H എന്ന് പറയുന്നത് CTD ഡൊമൈനിലുള്ള ഈ ഒരു ഹെപ്റ്റാപെപ്റ്റൈഡ് സീക്വൻസിൽ പോയിട്ട് ATP ഹൈഡ്രോളിസിസ് യൂസ് ചെയ്തിട്ട് ഫോസ്ഫോറൈലേഷൻ നടത്തും. അപ്പൊ ഈ ഒരു ഫോസ്ഫോറൈലേഷൻ നടത്തുമ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും ഇവിടുന്ന് റിമൂവ് ആകും. ആ ഒരു RNA പോളിമറൈസും അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് ആ ഒരു ഇനീഷ്യേഷനിൽ നിന്ന് ഇലോങ്ങേഷൻ ആ ഒരു കോംപ്ലക്സിലോട്ട് അവർ എന്ത് ചെയ്യാണ്? എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഇനീഷ്യേഷൻ അവിടുന്ന് കംപ്ലീറ്റ് ആയി ഇലോങ്ങേഷനിലോട്ട് അവർ എൻ്റർ ചെയ്യാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ എന്ത് കോംപ്ലക്സ് ആയി? ക്ലോസ്ഡ് കോംപ്ലക്സിൽ നിന്ന് അൺവൈൻഡിങ് ആണ്. ഈ ഒരു DNA ഡബിൾ ഹെലിക്സിന്റെ മെൽറ്റിംഗ് നടന്നിട്ട് അൺവൈൻഡ് ചെയ്തിട്ട് ഒരു ഓപ്പൺ കോംപ്ലക്സ് ആയിട്ട് മാറി. ഓക്കെ, ഒരു ഓപ്പൺ കോംപ്ലക്സ് ആയിട്ട് മാറി കഴിഞ്ഞാൽ ഫെർദർ നടക്കുന്നത് മൈക്കാണ്. ഈ ഒരു ഫെർദർ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആണ്. ശേഷമാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന കറക്റ്റ് പ്രോസസ്സ്. ഈ ഒരു ഇലോങ്ങേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ DNA-യിൽ നിന്ന് നമ്മൾ ഒരു RNA ആണോ mRNA ആണോ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്രൈമറിന്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ സ്പെസിഫിക്കലി എൻസൈംസിന്റെ പേരുകൾ പറയുമ്പോൾ ഈ ഒരു ഇലോങ്ങേഷനെ സഹായിക്കുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2S then spt5. Okay, spt5 and transcription factor S ന്റെ പ്രസൻസിലാണ് ഈ ഒരു യൂക്കാരിയോട്ടിൽ ഇലോങ്ങേഷൻ നടക്കുന്നത്. അത് കൂടാതെ PTEF B എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ ഫാക്ടർ പ്രോട്ടീൻ ബിയും കൂടി ഈ ഒരു പ്രോസസ്സിന് ആവശ്യമുണ്ട്. ദെൻ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് ഒരു ഓപ്പൺ കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലൂടെ ഓപ്പൺ കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ DNA-യും അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആയിട്ടുള്ള RNA എന്ന് പറയുമ്പോൾ എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് U ആണ്, ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് C ആണ്. ഓക്കെ, അങ്ങനെ RNA ട്രാൻസ്ക്രിപ്റ്റ് ഈ ഒരു RNA പോളിമറൈസ് ഉള്ള ഒരു റീജിയനിൽ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടന്നിട്ട് എന്തുണ്ടാകുകയാണ്? mRNA ഉണ്ടാകുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് ആണ്. ഇവിടെ mRNA ഉണ്ടാകുമ്പോൾ ഈ ഒരു ന്യൂക്ലിയോസോം, യുക്കാരിയോട്ട് എന്ന് പറയുമ്പോൾ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള DNA ആണല്ലേ. അപ്പൊ അവിടെ ന്യൂക്ലിയോസോം ഉണ്ടാകുമ്പോൾ ന്യൂക്ലിയോസോമിന്റെ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള റീജൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെ ഒരു ന്യൂക്ലിയോസോമിന്റെ ഒരു റിലീസ് അല്ലെങ്കിൽ റിമൂവൽ അവിടെ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ഒരു ഫാക്ട് ഫെസിലിറ്റേറ്റ് ക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു എൻസൈമും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ന്യൂക്ലിയോസോം റീജിയൻ ആണ് ഹൈലി കൺസേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻസിൽ നിന്ന് കുറച്ച് റിലീസ് ആയാൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA സിന്തസൈസ് ചെയ്തു. ഈ ഒരു പ്രോസസ്സ് വരെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ഇലോങ്ങേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. DNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA. അപ്പോൾ ഒരു DNA RNA ഡ്യൂപ്ലക്സ് അവിടെ ഉണ്ടായി. അപ്പോൾ DNA RNA ഡ്യൂപ്ലക്സ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ആ ഒരു RNA mRNA സിന്തസിസ് നടത്തി അവിടെ ടെർമിനേഷൻ നടക്കണം. ഇത് യൂക്കാരിയോട്ട് ആണ്, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് ആണ്. ആ ഒരു ടെർമിനേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ആണ്. ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ പ്രൊകാരിയോട്ടിൽ റോ ഡിപ്പെൻഡന്റ് ആൻഡ് റോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ യൂക്കാരിയോട്ടിൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. സോ ടെർമിനേഷന്റെ കൂടെ പഠിക്കാനുള്ളത് ആ ഒരു ടെർമിനേഷനിൽ നമ്മൾ mRNA സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ കൂടെ തന്നെ കോ ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട് ഈ ഒരു mRNA-യിൽ. അതിൽ ആദ്യം നടക്കുന്നത് ക്യാപ്പിംഗ്, ദെൻ സ്പ്ലൈസിങ്, ദെൻ ലാസ്റ്റ് പോളി അഡിനിലേഷൻ ആണ്. അപ്പൊ ഈ ഒരു ടെർമിനേഷനിൽ ഈ ഒരു ക്യാപ്പിംഗ്, സ്പ്ലൈസിങ്, പോളി അഡിനേഷൻ എന്താണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു ടെർമിനേഷൻ ആദ്യം പഠിക്കുമ്പോൾ ഈ ഒരു ക്യാപ്പിംഗ് ഒക്കെ പറയുന്നതിന് മുന്നേ യൂക്കാരിയോട്ടിലെ ടെർമിനേഷൻ രണ്ട് തിയറീസ് അല്ലെങ്കിൽ രണ്ട് വ്യൂ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ടോർപെഡോ മോഡലാണ്, രണ്ടാമത്തത് എല്ലോസ്റ്ററിക് മോഡലാണ്. എല്ലോസ്റ്ററിക് മോഡൽ എന്താണ് ഈ ഒരു രണ്ട് മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ mRNA പഠിക്കുമ്പോൾ mRNA-യുടെ 5 പ്രൈമില് എന്തുണ്ട്? ഒരു പോളി 3 പ്രൈമിലാണ്, 5 പ്രൈമല്ല, 3 പ്രൈം റീജിയനിൽ ഒരു പോളി എ ടെയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോളി എ ടെയിൽ എത്തിയാലാണ് ടെർമിനേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ RNA പോളിമറൈസ് ഡൗൺ സ്ട്രീം ആയിട്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺ സ്ട്രീം ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ നടന്ന് ഈ ഒരു പോളി എ ടെയിലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പോളി എ ടെയിൽ എത്തുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എൻസൈം വരികയാണ്. ആ ഒരു എൻസൈമിന്റെ പേര് RNase ആണ്.
ഈ RNAs എന്ത് ചെയ്യും? RNA പോളിമറൈസിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യുന്നു, ടെർമിനേഷൻ നടക്കുന്നു. അതാണ് ടോർപിഡോ സ്റ്റേജിൽ. അപ്പൊ അല്ലോസ്റ്റെറിക് എന്ന് പറയുന്നത് RNA പോളിമറൈസ് വളരെ പ്രൊസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി പ്രൊസസീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. പക്ഷേങ്കിൽ അവ ഒരു പോളിയെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവ ലെസ് പ്രൊസസീവ് ആവുകയും കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ കൂടെ തന്നെ ആദ്യം എന്ത് നടക്കുന്നുണ്ട്? ക്യാപ്പിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാപ്പിംഗ് എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ ഇതൊരു mRNA ആണ്. അപ്പൊ mRNAയുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുമ്പോൾ അവയുടെ 3' എൻഡിൽ ഒരു ടെയിൽ റീജിയനും ഉണ്ടായിരിക്കും, 5' എൻഡിൽ ഉള്ളത് ക്യാപ്പ് റീജിയനും ആണ്. അപ്പൊ ആദ്യം നമുക്ക് ക്യാപ്പിംഗ് എന്താണെന്ന് നോക്കാം. ക്യാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. മീഥൈലേറ്റഡ് ആയിട്ടുള്ള ഗ്വാനിൻ റെസിഡ്യൂസിനെ ആഡ് ചെയ്യും. മീഥൈലേറ്റഡ് ആയിട്ടുള്ള ഗ്വാനിനെ ഈ ഒരു ക്യാപ്പ് റീജിയനിലോട്ട് ആഡ് ചെയ്യും. അതെങ്ങനെയാണ് ഈ ഒരു ക്യാപ്പ് റീജിയനിലോട്ട് മീഥൈലേറ്റഡ് ഗ്വാനിൻ ആഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഇതാണ് ഒരു ക്യാപ്പ് റീജിയൻ എന്ന് പറയുന്നത്. 5' ആണല്ലോ. അപ്പൊ ആ ഒരു 5' എൻഡ് എന്ന് പറയുന്നത് ആദ്യം അവിടെയുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യലാണ് ഒന്നാമത്തെ പ്രോസസ്സ്. ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് RNA ട്രൈഫോസ്ഫേറ്റേസ് എൻസൈം ആണ്. ഓക്കെ, ആദ്യം എന്താണ് RNA ട്രൈഫോസ്ഫേറ്റേസ് എൻസൈം എന്ന് പറയുന്നത്? 5' ഉള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്വാനിൻ റെസിഡ്യൂസ് അവിടെ ആഡ് ചെയ്യും. ഗ്വാനിൻ റെസിഡ്യൂ എന്ന് പറയുന്നത് GMP ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്, ഗുവാനോസിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട്. ഇവിടെ ഇങ്ങനെ ഗ്വാനിൻ റെസിഡ്യൂസ് ഇങ്ങനെ ആഡ് ചെയ്യാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്വാനിനിലോട്ട് മീഥൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു എൻസൈം എന്ന് പറയുന്നത് മീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ആണ്. ഓക്കെ, മീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഈ ഒരു റീജിയനിലോട്ട് മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ആണ് അവിടെ ഏതുള്ളത്? ക്യാപ്പ് റീജിയനിൽ ഉള്ളത്. ആ ഒരു പ്രോസസ് ആണ് കോൺ ട്രാൻസ്ക്രിപ്ഷണൽ മെക്കാനിസത്തിൽ ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്യാപ്പിംഗ് നടക്കുമ്പോഴാണ് നമ്മൾ RNA പോളിമറൈസിൽ CTD ഡൊമൈൻ ഉണ്ടല്ലോ, ഒരു CTD ഡൊമൈനിൽ RNA പോളിമറൈസ് ആ ഒരു സെറീൻ റീജിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ക്യാപ്പിംഗ് നടക്കുമ്പോഴവ ഡീഫോസ്ഫോറൈലേഷന് കാരണമാകുകയും അതിനുശേഷം RNA പോളിമറൈസ് അവിടുന്ന് റിമൂവ് ചെയ്യുകയും സെക്കൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ആരാണ് വരുന്നത്? സ്പ്ലൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ക്യാപ്പിംഗ് ഈ ഒരു റീജിയനിൽ എന്ത് ആഡ് ചെയ്തു? ഗ്വാനോസിൻ റെസിഡ്യൂസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്പ്ലൈസിംഗ് ആണ്. സ്പ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു സ്പ്ലൈസിംഗ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പൊ RNA സ്പ്ലൈസിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു പ്രീ mRNAയിൽ നിന്ന് ഇൻട്രോൺസിനെ, നോൺ കോഡിംഗ് ആയിട്ടുള്ള ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ പാച്ചപ്പ് ചെയ്യുന്ന പ്രോസസ് ആണ് ഈ ഒരു സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ സ്പ്ലൈസിംഗ് മെക്കാനിസം എന്ന് പറയുമ്പോൾ രണ്ട് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. രണ്ട് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് ഈ ഒരു സ്പ്ലൈസിംഗ് നടക്കുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് ഈ ഒരു ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നടക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രീ mRNA നോക്കി. ഈ ഒരു പ്രീ mRNAയിൽ 5' റീജിയനും ഉണ്ട്, 3' റീജിയനും ഉണ്ട്. ഇവിടെ ഒരു 5' ആയിട്ടുള്ള എക്സോൺ വരുന്ന റീജിയനിൽ എക്സോണും ഇൻട്രോണും കൂടി ചേരുന്ന ഒരു റീജിയൻ ഉണ്ടല്ലോ, ആ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് 5' സ്പ്ലൈസ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 5' സ്പ്ലൈസ് സൈറ്റ്. അപ്പൊ അതേപോലെ തന്നെ ഇത് 5' സ്പ്ലൈസ് സൈറ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ് 3' സ്പ്ലൈസ് സൈറ്റ്. ഓക്കെ, അത് കൂടാതെ മറ്റൊരു റീജിയനും കൂടി ഉണ്ട്, A സൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു A സൈറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഒരു ഇൻട്രോൺ റീജിയനിൽ മാത്രമായിട്ടാണ് കാണുന്നതെന്ന് കൂടി പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രോൺ റീജിയൻ. അവിടെ ഒരു A സൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ? ഇതാണ് ഇൻട്രോൺ റീജിയൻ, അവിടെ ഒരു A സൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു 5' സ്പ്ലൈസ് സൈറ്റ് ഉണ്ട്, 3' സ്പ്ലൈസ് സൈറ്റ് ഉണ്ട്, ഒരു A സൈറ്റ് ഉണ്ട്. ആ ഒരു 3 റീജിയൻസിൽ ബേസ് ചെയ്തിട്ടാണ് രണ്ട് ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഒരു ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു 5'ലെയും 3'ലെയും റീജിയൻസ് അറിഞ്ഞു വെക്കണം. റീജിയൻസ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് അറിഞ്ഞു വെക്കണം. ആ ഒരു സീക്വൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് 5'ലുള്ള റീജിയൻസ് എന്ന് പറയുന്നത് അഗ്വ എന്നാണ് പറയുക. അഗ്വ എന്ന് പറയുമ്പോൾ അവിടെ എക്സോണിൽ വരുന്ന റീജിയൻ, ഞാൻ ജസ്റ്റ്
ജസ്റ്റ് ഈ ഒരു 5' സ്പ്ലൈസ് ആയിട്ട് അയക്കാണ്, 3' അയക്കാണ്, എന്നിട്ട് അവിടെ എഴുതുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂക്ലിയോടൈഡ് ബേസ് ചെയ്തിട്ട് ഓരോ സീക്വൻസ് എഴുതുമ്പോഴും എക്സോൺസിൽ വരുന്ന രണ്ട് റീജിയൻ ആണ് എയും ജിയും, ഇൻട്രോൺസിൽ വരുന്ന പോർഷൻസ് ആണ് ജി യു എ എ. ഓക്കെ, ഈ പോർഷൻ ആണ്, ഇതാണ് 5' സ്പ്ലൈസ് ആയിട്ടിന്റെ സീക്വൻസ്. അതേപോലെ തന്നെ ഈ ഒരു ഇൻട്രോണും എക്സോണും ഈ ഒരു 3' വരുന്ന റീജിയൻസ് എന്ന് പറയുന്നത് സി എ ജി എന്ന് പറയുന്നത് ഇൻട്രോണിൻ്റെതും ഒരു ജി എന്ന് പറയുന്നത് എക്സോണിൻ്റെതും. ആ ഒരു സീക്വൻസ് അങ്ങനെ പഠിച്ചു വെക്കുക. അഗ്വ ആൻഡ് കാഗ്. ഓക്കെ, അഗ്വ ആൻഡ് കാഗ്. ഓക്കെ, കാഗ്. അപ്പൊ ഈ ഒരു സ്പ്ലൈസ് സൈറ്റില് എക്സോൺസിൽ എവിടെയാണ് ക്ലീവേജ് നടക്കുന്നത്? ഈ ഒരു ക്ലീവേജ് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എ സൈറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു എക്സോണിന്റെയും ഇൻട്രോൺസിന്റെയും ഇടയിലുള്ള ഈ ഒരു ജി റീജിയനിൽ ആദ്യം ക്ലീവേജ് നടക്കുന്നു. ഓക്കെ, ക്ലീവേജ് നടക്കുമ്പോൾ ഇവിടെയുള്ള ഇൻട്രോൺസ് ഉണ്ടല്ലോ, അതൊരു ലാരിയേറ്റ് ഫോർമേഷൻ, ഈ ഒരു ഫോർമേഷൻ ആണ്. ലാരിയേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആണ്. ആക്ച്വലി ഈ ഒരു സ്ട്രക്ചർ അല്ല, ഈ ഒരു സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്. സോ അതേ പോർഷനിൽ ഈ ഒരു ജി എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ എന്ത് നടക്കും? ക്ലീവ് നടക്കും. ക്ലീവ് നടക്കുമ്പോൾ ഈ ഒരു ഇൻട്രോൺസ് അവിടെ നിന്ന് റിമൂവ് ആയല്ലോ. ഈ ഒരു പൊസിഷനിലും ഈ ഒരു പൊസിഷനിലും ക്ലീവ് നടന്നു, ഇൻട്രോൺസ് റിമൂവ് ആയിട്ട് ഇതേപോലെയുള്ള ഒരു ലാരിയേറ്റ് സ്ട്രക്ചർ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ലാരിയേറ്റ് സ്ട്രക്ചർ ഫോം ചെയ്തു, സ്പ്ലൈസിയോസോ മെഷീനറിയുടെ ഫലമായിട്ട് അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തു, എക്സോൺസ് തമ്മിൽ കൂടി ചേർത്തിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള mRNA സിന്തസൈസ് ചെയ്തു. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അതിൽ സ്പ്ലൈസിയോസോ മെഷീനറിയുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോളി അഡിനിലേഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു mRNA എന്ന് പറയുമ്പോൾ അവയുടെ 3' എൻഡിൽ ഒരു പോളി എ സൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ RNA പോളിമറൈസ് ക്ലീവ് ചെയ്ത് ഈ ഒരു പോളി എ ടെയിൽ എത്തുമ്പോഴാണ് ആ ഒരു ടോർപിഡോ മോഡലൊക്കെ ബേസ് ചെയ്തിട്ട് ടെർമിനേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു പോളി എ ടെയിൽ യൂഷ്വലി ഒരു 40 ന്യൂക്ലിയോടൈഡ് ലോങ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ടെർമിനേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ RNA പോളിമറൈസ് അവിടെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് CPSF ആണ്. ഒന്നാമത്തത് CPSF ആണ്, അതായത് ക്ലീവേജ് ആൻഡ് പോളി അഡിനിലേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടറും. രണ്ടാമത്തത് CSTF ആണ്. CSTF എന്ന് പറയുന്നത് ക്ലീവേജ് സ്റ്റിമുലേഷൻ ഫാക്ടറും ആണ്. അപ്പൊ ഈ ഒരു റീജിയനിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു mRNAയിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഈ ഒരു രണ്ട് പ്രോട്ടീൻ ആണ് പോളി എ റീജിയൻ സിന്തസിസിന് സഹായിക്കുന്നത്. അപ്പൊ അതിലൊന്നില് ഈ ഒരു പോളി അഡിനിലേഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നതാണല്ലോ. ഈ ഒരു റീജിയനിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യും. ഏകദേശം 200 ന്യൂക്ലിയോടൈഡ് വരെ അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സിന്റെ പ്രസൻസിൽ ഈ ഒരു അല്ലെങ്കിൽ ആഡിങ് നടത്തുന്ന എൻസൈം എന്ന് പറയുന്നത് പോളി എ പോളിമറൈസ് ആണ്. അതിനെ നമ്മൾ ചുരുക്കിയിട്ട് പാപ്പ് എന്ന് പറയും. ഓക്കെ, ആ ഒരു പാപ്പാണ് ഈ ഒരു പോളി അഡിനിലേഷനെ സഹായിക്കുന്നുണ്ട്. ആ ഒരു പാപ്പ് പോളി അഡിനിലേഷനെ സഹായിക്കുമ്പോൾ അവിടെ എന്താണ്, ആ ഒരു പോളി എ ടെയിലിന്റെ പ്രൊട്ടക്ഷനും കൂടി ആവശ്യമാണ്. ആ ഒരു പോളി എ ടെയിലിന്റെ പ്രൊട്ടക്ഷനെ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, പോളി എ ബൈൻഡിങ് പ്രോട്ടീൻ. ഓക്കെ, പോളി എ ബൈൻഡിങ് പ്രോട്ടീൻ. അപ്പൊ പാപ്പ് വരുന്നു, പാപ്പിന്റെ കൂടെ തന്നെ ഈ ഒരു പോളി എ ബൈൻഡിങ് പ്രോട്ടീനും കൂടി ഈ ഒരു പോളി എ ടെയിലിൽ വന്ന് ബൈൻഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പോളി അഡിനിലേഷനും ടെർമിനേഷനും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ക്യാപ്പിംഗ് നടന്നു, സ്പ്ലൈസിങ് നടക്കുന്നുണ്ട്, പോളി അഡിനിലേഷൻ നടക്കുന്നുണ്ട്, ടെർമിനേഷന്റെ കൂടെ തന്നെ. അതാണ് കോ ട്രാൻസ്ലേഷണൽ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ആ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് ഒരു 20 മിനിറ്റിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.